ലൈവ് ഒരു 1.5 മണിക്കൂർ ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുന്നത്. തുടർന്ന് ഇടേണ്ടി വരുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുടർന്ന് ഇടുന്നതായിരിക്കും. കാരണം ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. സഹായിച്ചവരൊക്കെ അപ്പുറത്ത് പോയി നിന്നുകൊണ്ട് കോന്ത്രക്കാസ് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇടുന്നത്. 1 മണിക്കൂർ അത് കാണാൻ സാഹചര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ആ വിഷയത്തിലേക്ക് വരാം. നമ്മളെ അപ്പുറത്ത് നിന്ന് പറഞ്ഞവരുടെയൊക്കെ ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ലിസ്റ്റ് നമ്പർ 1 ഫിജോ ജോസഫ്. ഫിജോ ജോസഫ് എന്ന് പറയുന്ന സ്ത്രീയെ 2019 നവംബർ ഓൺവാർഡ്സാണ് നമ്മൾ കാണുന്നത്. അവരുടെ വീട്ടിലേക്ക് നമ്മൾ എത്തുന്നത് യാദർച്ഛിക ബാംഗ്ലൂരിൽ കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇറങ്ങുകയും നമ്മളെ പുറത്തേക്ക് വിടാതെ അവിടെ പിടിച്ചു നിർത്തി സ്നേഹം കൊണ്ട് മൂടുകയും ചെയ്ത് 1,30,000 രൂപ എൻ്റെ നിന്ന് അടിച്ചു മാറ്റുകയും എൻ്റെ വസ്തു വിറ്റ് 1 കോടി രൂപ അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും ചെയ്ത ശ്രമപരാജയത്തിൽ തുടങ്ങിയ ശത്രുതയാണ് ഫിജോയും ഞാനും തമ്മിലുള്ളത്. തുടർന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞത് ഒത്തിരി പേരെ ഉപദ്രവിക്കുകയും നിരന്തരമായി വിസ തട്ടിപ്പുകൾ നടത്തുകയും ചെയ്യുന്ന ഒരു തട്ടിപ്പുകാരിയാണെന്ന് അവൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ അവൾക്കെതിരെ ഞാൻ നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അവളെ ഒരു തട്ടിപ്പുകാരിയാണ് എന്ന് തിരിച്ചറിയാൻ എനിക്ക് കുറച്ച് ദിവസം വേണ്ടി വന്നു. ഇപ്പോൾ ഓൾ ഓഫ് ഇന്ത്യ സഡൻ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. മനസ്സിലായെങ്കിൽ ഞാൻ ആ വീട്ടിൽ പോയില്ലായിരുന്നു, ചെയ്യില്ലായിരുന്നു. ചെന്ന് നിന്ന ശേഷമാണ് തട്ടിപ്പുകാരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. 3 days. ഓക്കെ. അപ്പോൾ ഫിജോ ജോസഫ് അത് കഴിഞ്ഞല്ലോ. അതാണ് അവർക്ക് എന്നോടുള്ള ശത്രുതയും എനിക്ക് അവരോടുള്ള തിരിച്ചുള്ള മറുപടി. നമ്മൾ ഇതുവരെ എങ്ങനെയാണ് പ്രതിരോധമാണ്, പ്രതിരോധവും മാത്രമാണ്. പ്രതികാരത്തിൽ നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല, സമയമായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ടാണ് 5 വർഷക്കാലമായി ഞാൻ ഇതിനെതിരെ പടപൊരുതുന്നു. ഇവിടെ നിൽക്കുമ്പോഴൊക്കെ എന്നെ കൊല്ലും, പിച്ചും, മാന്തും, തിന്നും, എന്നെ മൂക്കി കയറ്റി, എൻ്റെ വണ്ടി മാറ്റിയത് അവൾ കാരണം, എൻ്റെ ഗുണ്ടി മാറ്റിയത് അവൾ കാരണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിലൊന്നും യാതൊരു പങ്കുമില്ലാത്ത ആളാണ്. എനിക്കെതിരെ 2 കേസുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് അവളുടെ മകളെ തെറി വിളിച്ചു എന്നും, ഒന്ന് അവളെ തെറി വിളിച്ചു എന്നുമാണ്. അവളെ തെറി വിളിച്ചു എന്നുള്ളത് എടുത്ത് പോലീസ് കുപ്പയിലിട്ടു. അവളെ മകളെ തെറി വിളിച്ചു എന്നുള്ളത് പോലീസ് എടുത്തിട്ടുമുണ്ട്. അത് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് കെയർ. ഇടയ്ക്കിടയ്ക്ക് 2 കൊടുത്താലേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് കൊടുക്കുന്നത്. എൻ്റെ മകനെ തെറി വിളിച്ചത് ആൺകുഞ്ഞായതുകൊണ്ട് പോലീസിന് അതൊരു വലിയ കാര്യമായി തോന്നിയില്ല, കേസെടുത്തിട്ടില്ല. എന്നെ തെറി വിളിച്ചത് എനിക്ക് നാഥനില്ലാത്തത് കൊണ്ട് എന്നെ തെറി വിളിച്ചാൽ കുഴപ്പമില്ലെന്നാണ് പോലീസിൻ്റെ ഭാഗം. അതുകൊണ്ട് അതും എടുത്തിട്ടില്ല. ഞാൻ അതിന് വേണ്ടി ശ്രമിച്ചിട്ട് ഞാനങ്ങ് കളഞ്ഞിട്ടിരിക്കുന്നതാണ്. ഇനി അടുത്തത് പറയാം. രണ്ടാമത്തെ ആൾ. ഇനി രണ്ടാമത്തെ വ്യക്തി ആരാണ്? ഇപ്പോൾ ഫേമസ് ആയി നിൽക്കുന്ന സൗമ്യയിലേക്ക് വരാം. സൗമ്യ എന്ന് പറയുന്ന കുട്ടി ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. അവരോട് ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. അവരെൻ്റെ ടൈം ലൈനിൽ സ്ഥിരമായിട്ട് വരികയും എനിക്ക് കമൻ്റ് ഇടുകയും എന്നോട് ഭയങ്കര സ്നേഹം വായിക്കുകയും ഒക്കെ ചെയ്ത് എൻ്റെ ഗ്രൂപ്പിലും ഉണ്ടായിരുന്ന സ്ത്രീയാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ടീവായി നിന്നൊരു വ്യക്തി തന്നെയാണ്. അവരുടെ ടൈം ലൈനിൽ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അവർ തന്നെ പറഞ്ഞ വാക്കുകൾ അവിടെ കിടപ്പുണ്ട്. അവർക്ക് ചാനൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഇൻസ്പയർ ചെയ്തത് ഞാനാണ്. അവർക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തത് ഞാനാണ്. അവർക്ക് എന്തെങ്കിലും കേസ് സംബന്ധമായ വിഷയങ്ങൾ വന്ന് അഡ്വൈസ് ചെയ്തത് ഞാനാണ്. ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്ത സമയത്ത് എൻ്റെ ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തി എന്നോട് വന്നിട്ട് പറഞ്ഞിരുന്നു, എനിക്ക് ഈ മുസ്ലിംസിനൊരു കുഴപ്പമുണ്ട്. കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല. അവർക്കിങ്ങനെ അവരുടെ ഒരു ശതമാനം ആളുകൾക്ക് കൊടുക്കുന്നൊരു രീതിയുണ്ട്. അങ്ങനെ എനിക്ക് എൻ്റേതായ ഒരു എമൗണ്ട് ഉണ്ട്, ഹദിയ ചെയ്യാനാണ്. അതിന് ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് വല്ലതും വേണമെന്ന് ചോദിച്ചു. എനിക്ക് സ്വാഭാവികമായിട്ടും വേണ്ട എന്ന് തന്നെയായിരുന്നു എൻ്റെ അഭിപ്രായം. എനിക്ക് താല്പര്യമില്ല. മകൻ്റെ കാര്യത്തിൽ, അതായത് അവർ ഖത്തറിൽ നിന്നാണ് എനിക്ക് അങ്ങനെ ഒരു ഓഫർ വന്നത്. അപ്പോൾ മകൻ്റെ കാര്യത്തിൽ മകനെ അങ്ങോട്ട് വിടുന്ന ഒരു കാര്യം നമ്മളിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അയാളൊരു വിസയും എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ വിസയിൽ ഞാൻ എൻ്റെ മകനെ വിട്ടിട്ടുമില്ല. അത് മറ്റൊരു വിശേഷം കൊണ്ടാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആകെ വേണ്ടത് എൻ്റെ പ്രോപ്പർട്ടി സെല്ല് ചെയ്യുക എന്നതിനപ്പുറം എനിക്ക് മറ്റ് സഹായഹസ്തങ്ങളോട് എനിക്ക് താല്പര്യമില്ല എന്ന് അയാളോട് ഞാൻ തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഈ പറയുന്ന സൗമ്യയെ ഞാൻ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ പറഞ്ഞു, ആ കുട്ടി ഒരു വയ്യാത്ത ഓട്ടിസം ബാധിച്ച കുഞ്ഞിനെയും കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അവളെ സഹായിക്കൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ദിവസം 500 രൂപ വെച്ച് കൊടുക്കാമെന്ന് പുള്ളി പറഞ്ഞു. പുള്ളി എഗ്രി ചെയ്ത് 2 വർഷത്തോളം കൊടുക്കുമെന്നും പറഞ്ഞിരുന്നു. ആ 2 വർഷം കൊണ്ട് അവളുടെ ഹസ്ബൻഡിന് ഒരു ജോലിയാക്കി കൊടുക്കാമെന്നും പറഞ്ഞിരുന്നു. പിന്നീട് നടന്നതൊക്കെയാണ് ചരിത്രം. നമ്മൾ പിന്നെ അതുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇനി നിങ്ങളുടെ പേർക്കേ അയക്കുള്ളൂ, നിങ്ങൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് മനസ്സിലായിട്ടില്ല. അപ്പം വെളുപ്പിനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്ന സൗമ്യയായിരിക്കും എൻ്റെ പൈസ ഇട്ട് തരുമെന്ന് പറയും. അതായത് അവളെ പൈസ ഞാനെന്തോ വെച്ചിരിക്കുന്നതാണൊക്കെ വിളിച്ചു പറയുന്നത്. ഞാൻ എഴുന്നേറ്റ് മോൻ്റെ കയ്യിലാണ് ആ മൊബൈലുള്ളത്. ആ മൊബൈലിലാണ് പൈസ വരുന്നത്. ആ പൈസ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. 500 രൂപ 3 ദിവസമേ ചെയ്തുള്ളൂ. 3ൻ്റെ അന്ന് ഞാൻ വിളിച്ചിട്ട് പുള്ളിയോട് പറഞ്ഞു, എനിക്കിത് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ കാശ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കൊടുക്കുക, എൻ്റെ ബാങ്കിലിട്ട് ഞാൻ കൊടുക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്, എനിക്ക് പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ ഇതിലേക്ക് ഇടുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം, നിങ്ങൾ എന്നോട് പറഞ്ഞത് അവർ ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീയാണ്, 500 രൂപ കൊടുക്കാനാണ് പറഞ്ഞിരുന്നത്. ഞാൻ 500 രൂപ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ എനിക്ക് മൊബൈൽ വേണം, മകളുടെ ഫീസ് വേണം, മകൻ്റെ ഫീസ് വേണം, വീട് വെച്ച് കിട്ടണം, ഭർത്താവിന് കള്ളു കുടിക്കാൻ പൈസ വേണം എന്ന് തുടങ്ങി കുറേ അധികം കാര്യങ്ങൾ അവൾ പറയുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഞാനത് അന്വേഷിച്ചപ്പോൾ കുട്ടികൾ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്, ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല, പറ്റിക്കുകയാണെന്ന് മനസ്സിലായി. ഞാൻ അവരുടെ ചുറ്റുമൊക്കെ അന്വേഷിച്ചു, ഒരുപാട് ക്യാഷ് ഇഷ്യൂസിലൊക്കെ പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ എന്തൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞെന്തെന്നൊന്നും എൻ്റെ റെക്കോർഡുണ്ട്, എനിക്കതിവിടെ പ്ലേ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം അത്രയും സീക്രട്ടായിട്ട് വെക്കാൻ പറഞ്ഞാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നു എന്നതിനപ്പുറം എനിക്കത് പബ്ലിക്കിൽ പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അത് ചോദിക്കരുത്. അപ്പോൾ പുള്ളി അത് കൊടുക്കാതിരുന്നതിൻ്റെ കാരണം ഞാൻ വിലക്കിയിട്ടല്ല, എനിക്ക് താല്പര്യമില്ല. ആർക്കെങ്കിലും ഇപ്പം അദ്ദേഹത്തിൻ്റെ പൈസ അദ്ദേഹം മനസ്സറിഞ്ഞ ഒരാൾക്ക് കൊടുക്കുന്നത് ഞാൻ വിലക്കണമെന്തിന്? എനിക്ക് എൻ്റെ ആവശ്യമില്ല. അത് അവരെ ഇഷ്ടം പോലെ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്തോ ചെയ്യട്ടെ. ഇതേ തുടർന്നാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇൻവോൾവ്ഡ് ആകുന്നത് എന്നുള്ളത് കൊണ്ടും ഇങ്ങനെ ആവശ്യമില്ലാത്ത നരേഷൻ പോകുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സഹായത്തിൽ എൻ്റെ മകൻ വിദേശത്തേക്ക് പോകണ്ട എന്ന തീരുമാനത്തിൽ ഞാൻ എത്തുന്നത്. എനിക്ക് ആ വിസ വേണ്ട എന്നും വിസ എക്സ്പയർ ആവുകയും ടിക്കറ്റ് ഉൾപ്പെടെ പുള്ളി എടുത്തിട്ട് എൻ്റെ മകനെ ഞാൻ വിടുകയും ചെയ്തില്ല ഖത്താറിലേക്ക്. ടിക്കറ്റും വിസയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം പുള്ളി ടിക്കറ്റ് എടുത്തു. പിണക്കം മാറി വരുമോ എന്ന് ചോദിച്ചു. എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കുഞ്ഞിനെ ആരുടെയും ഹെൽപ്പിൽ ഗൾഫിലേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് അല്ലാതെ തന്നെ എൻ്റെ ബ്രദേഴ്സ് അവിടെയുണ്ട്, അവർ കൊണ്ടുപോകും, അല്ലെങ്കിൽ എൻ്റെ മകനിക്ക് എന്താണോ വിധി അതുപോലെ നടക്കും. എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് വസ്തുത, അത് പേഴ്സണൽ മാറ്റർ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ സൗമ്യ എന്ന കുട്ടിയുടെ ദേഷ്യം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സൗമ്യ വിചാരിക്കുന്നത് ഞാൻ മൂലമാണ് ഈ പൈസ അവൾക്ക് കിട്ടാതെ വന്നത് എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ഒരു കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹമാണ് അത് കൊടുക്കില്ല എന്ന് വെച്ചത്. അതിൻ്റെ കാരണം ഈ പൊന്മുട്ട ഇടുന്ന താറാവിൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു കൊല്ലുന്ന പരിപാടിയാണ് ആ കൊച്ചു കാണിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചാലും എനിക്ക് ഉത്തരവാദിത്വമില്ല. അത് നിങ്ങളിലേക്ക് അറിയിക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ കള്ളിയായതും ഞാൻ കുഴപ്പമായതും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ഒരു മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്ന പണം അദ്ദേഹത്തിന് ഹദിയ ചെയ്യണമെന്ന് എന്നോട് പറയുകയും ആ ഹദിയ ചെയ്യാനുള്ളൊരു വ്യക്തിയെ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ആ വ്യക്തിക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി കൂടുതൽ ചോദിക്കുന്നതിൻ്റെ പേരിൽ ഇദ്ദേഹം തിരിച്ച് ഇനി കൊടുക്കുന്നില്ല എന്ന് മാറുകയും ചെയ്തത് കുറ്റക്കാരി ഞാനാണെങ്കിൽ അതെ, ഞാൻ കുറ്റക്കാരിയാണ്. 1,30,000 രൂപ കൊടുത്ത് ഒരു വിഷജന്തുവിനെ വിലക്കെടുത്ത് എൻ്റെ ഉമ്മാക്കും പാപ്പാക്കും തെറി വിളിച്ചു കൊടുത്ത കുറ്റത്തിൽ ഞാൻ കുറ്റക്കാരിയാണെങ്കിൽ അതെ, ഞാൻ കുറ്റക്കാരിയാണ്. 3, റസീന. സുലേഖയുടെ ഭർത്താവായ നൗഷാദിനെ വെച്ചുകൊണ്ടിരിക്കുന്ന റസീന ബുദ്ധിമുട്ടിലും പ്രാരാബ്ധത്തിലും ഇവിടെ ഓടിക്കേറി വരുന്നു. വന്ന അവളെടുത്ത് നിരന്തരം വീഡിയോ കോളിൽ അവൈലബിൾ ആയിരിക്കുന്ന നൗഷാദിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഭാര്യാഭർത്തർ ബന്ധത്തിലും ഇതുപോലൊരു കളി അവൻ കളിക്കത്തില്ല. അവന് നിന്നെ നല്ല സംശയമാണ്. അവൻ നിങ്ങളെ 2 പേരെയും പറ്റിക്കുകയാണ്, സുലേഖയും നിന്നെയും പറ്റിക്കുകയാണ്. നീ ദയവ് ചെയ്ത് കാര്യം മനസ്സിലാക്കൂ. അധ്വാനിക്കാനുള്ള ശരീരമുണ്ട്, ആരോഗ്യമുണ്ട്, അധ്വാനിച്ച് ജീവിക്കൂ എന്നാണ് ഞാൻ റസീനയോട് പറഞ്ഞത്. 8 ദിവസം നിർത്തി സുഭിക്ഷമായ ഭക്ഷണം സ്വസ്ഥമായി എൻ്റെ ഒപ്പം എല്ലായിടത്തും വന്നിട്ടുണ്ട്. തെളിവുകൾ എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അവളോട് അവനെ ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ ഇപ്പോഴും പറയുന്നു. കാരണം അവൻ ചതിയനാണ്. 3 മക്കളും ഭാര്യയുമുള്ള അവൻ ആ 3 മക്കളെയും ഭാര്യയെയും ഉപേക്ഷിച്ചെങ്കിൽ ആരിലോ ഉണ്ടായ 2 മക്കളെയും കൊണ്ട് നിൽക്കുന്ന ഇവളെയും ചണ്ടിയാവുമ്പോൾ വലിച്ചെറിയുമെന്നുള്ളത് പൂർണ്ണമായി എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇതാണ് റസീന എന്ന് പറയുന്ന സ്ത്രീക്ക് എന്നോടുള്ള ശത്രുത. ഷെറിൻ്റെ അടുത്ത് അവിടെയും പോയി അവിടെയും കുത്തി ഇവിടെയും കുത്തി ഇങ്ങനെ നടക്കരുത്, അവനവൻ്റെ ജോലി നോക്ക്. ആദ്യത്തെ ഭർത്താവ് കളഞ്ഞിട്ട് പോയതാണ്, 2ാമത്തെ ഭർത്താവിനെയും ത്രാസി വെക്കുന്ന കണക്ക് കളിക്കരുത്. അവനില്ലാത്തപ്പോൾ ഇവനില്ലാത്തപ്പോൾ അവനെയും വരുത്തിയിട്ട് ഇത്തരം കിണാസി കളി കളിക്കരുത്. അവൻ്റെ കൂടെ സെക്ഷൽ ടൈമിൽ ആ സമയത്ത് മറ്റവനെ പുകഴ്ത്തി പറയരുത്, അതൊരാണും സഹിക്കത്തില്ല. അത്തരത്തിലുള്ള ടോക്കുകൾ ഒഴിവാക്കണം, മര്യാദയ്ക്കാകണം എന്ന ഉപദേശം കൊടുത്തതിനാണ് ഷെറിൻ എന്ന മഹാറാണിക്ക് എന്നോട് ദേഷ്യം. നല്ല കാര്യം, സന്തോഷം, വളരെ നല്ല കാര്യമാണ്. ഇടയ്ക്ക് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ ഉപേക്ഷിച്ച് പോയി, എൻ്റെ ആരുമില്ല, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ കടം വാങ്ങി കുറച്ച് സാധനങ്ങൾ വാങ്ങി അവൾക്ക് കൊണ്ടുപോയി മലത്തി കൊടുത്തു. അതാണ് ഞാൻ ചെയ്ത കുറ്റമെങ്കിൽ അതെ, ഞാൻ കുറ്റക്കാരിയാണ്. തനൂജ സ്ഥിരമായി ജിനു ഗോപി എന്ന് പറയുന്ന ഒരുത്തരെ അവരുടെ ഭർത്താവായ എക്സ് ഹസ്ബൻഡായ അയാളെ നിരന്തരം പിന്തുടർന്ന് ആക്രമിക്കുകയും ഡെയിലി കരയുകയും ഈ പട്ടി ഷോ കാണിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ നേരിട്ട് പോയി അവളെ കാണുകയും നിനക്ക് ജോലി വേണമെങ്കിൽ ഞാൻ സെറ്റാക്കി തരാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബിസിനസ് ചെയ്ത് ജീവിക്കാനാണെങ്കിൽ ഞാനത് അറേഞ്ച് ചെയ്ത് തരാം, നീ ജോലി ചെയ്ത് ജീവിക്കൂ എന്ന് പറഞ്ഞതിനാണ് എൻ്റെ ശത്രുക്കളുടെ അടുത്തെല്ലാം. ശത്രുക്കൾ ഇനി മീൻസ് ഖാദർ കരിപ്പൊടി, സായി, എപ്പോഴൊക്കെ അവരൊക്കെ എൻ്റെ ശത്രുക്കളാണ്. കാരണം അവരൊക്കെ പറയുന്നതിന് അഗൻസ്റ്റ് ഞാൻ ഇവിടെ ഇരുന്ന് പറയുമായിരുന്നു. ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ്, അതായത് പ്രൊഫഷണൽ ഗ്രഡ്ജ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അവരെല്ലാവരും കൂടെ കൊണ്ട് ഇച്ചിരി പുലൂസ് ഇട്ട് കൊടുത്തു, പൈസ ഇട്ട് കൊടുത്തു. അത് വെച്ചിട്ട് എനിക്കെതിരെ തിരിഞ്ഞ് എന്നെ നല്ല പോലെ പറഞ്ഞ് ഫിജോയുടെ കൂടെ നിന്നുകൊണ്ട് എന്നെ തെറി വിളിക്കുന്ന തനൂജയുടെ നിങ്ങൾ കാണുന്നത് എൻ്റെ കാരണക്കാരി ഞാൻ ജിനു പറഞ്ഞത് കറക്റ്റാണെന്നും ജോലി ചെയ്ത് ജീവിക്കണമെന്നും കുട്ടിയെ പഠിപ്പിക്കണമെന്നും അവളെ ഉപദേശിച്ചതിനാണ്. അങ്ങനെ ഒരു പെൺകുട്ടി ജോലി ചെയ്ത് ജീവിക്കണമെന്നും കുട്ടിയെ നന്നായി വളർത്തണമെന്നും മറ്റുള്ളവരുടെ ഇതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കരുതെന്നും പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അതെ, ഞാൻ തെറ്റുകാരിയാണ്. സബീന, അൻചുണ്ണി,
സബീനയും ചുണ്ണിയും ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. നല്ലപോലെ സംസാരിക്കുന്ന വ്യക്തിയാണ് ചുണ്ണി. പാട്ട് പാടും, നല്ല പാട്ട് പാടുന്നവനാണ്, പാട്ടിനൊന്നും കുഴപ്പമൊന്നുമില്ല. ചുണ്ണിയുടെ പാട്ടിൽ മയങ്ങി വീണ സബീന വഴിതെറ്റി പോകുന്നെന്ന് കണ്ടപ്പോൾ ചുണ്ണിയെയും സബീനയെയും ഞാൻ വിലക്കി. ചെയ്യരുത്, നിനക്കൊരു കുടുംബമുണ്ട്, ചെയ്യരുത്, പാടില്ല. ചുണ്ണിയോട് ഞാൻ പറഞ്ഞു, മാരേജ് കഴിച്ച് സെറ്റാവാൻ നോക്കൂ, എൻ്റെ നടുവും മുതും പൊട്ടി, എൻ്റെ അണ്ടിയും പൊങ്ങുന്നില്ല, എനിക്ക് മാരേജ് പറ്റത്തില്ല ചേച്ചി എന്ന് അമ്മയെ എന്നൊക്കെയാണ് അന്നൊക്കെ വിളിച്ചിരുന്നത്. അന്ന് പറഞ്ഞിരുന്ന ഈ രണ്ടെണ്ണവും കാണിച്ച പോക്കൃത്തരം ഞാനും മോനും വിറ്റ്നസ് ആയതാണ്. ഇത് പല വീഡിയോസിലും എൻ്റെ ടൈം ലൈനിൽ തന്നെ കിടപ്പുണ്ട്. ഈ അവിഹിതം ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് സബീനയ്ക്ക് എന്നോടുള്ള ദേഷ്യം. അങ്ങനെ ഒരു അവിഹിതത്തിന് ഞാൻ കൂട്ടു നിൽക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രവാസികളായ മനുഷ്യർ പറയണം, പ്രവാസിയുടെ ഭാര്യയായ സബീനയെ ഈ രീതിയിലുള്ള അവിഹിതത്തിന് ഞാൻ ചൂട്ടുപിടിച്ച് കൊടുക്കണമായിരുന്നോ വേണ്ടയോ എന്നുള്ളത് എനിക്ക് നിങ്ങളോടുള്ള ചോദ്യമാണ്. അങ്ങനെ ഒരു അവിഹിതത്തിനെ ഞാൻ എതിർത്തിട്ടുണ്ടെങ്കിൽ, ആ കുറ്റം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതെ, ആ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നു, അതേ, ഞാൻ കുറ്റവാളിയാണ്. ഇനി ആരാണ് ഈ കൂട്ടത്തിൽ? ഇനി വേറെ ആരാണ് ഉള്ളത്? രഘു ചേട്ടൻ. അയ്യോ, ഗ്രൂപ്പിൽ ഒത്തിരി മതവിശ്വാസികളും യുക്തിവാദികളും ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. ഒരു വിഷയത്തിൽ, അതായത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉള്ളവരല്ല എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള 700ഓളം വരെ അടങ്ങുന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ യുക്തിവാദികളുണ്ട്, പിന്നെ കമ്മ്യൂണിസ്റ്റ്, സംഘികൾ ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട്. സംഘികളുണ്ടെങ്കിൽ സൈലൻ്റാണ്, കണ്ടിട്ടില്ല, അറിയുമെങ്കിൽ എഴുതു ദൂരെ കളയും. ബാക്കി എല്ലാ വിഭാഗമുണ്ട്. കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, ബി ജെ പി ഇല്ല, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എല്ലാവരും ഇതിനകത്തുണ്ട്. ക്രിസംഗി എല്ലാം ഉണ്ട്, സംഘിയില്ല. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് പറയുന്ന രീതിയിൽ നമ്മൾ എല്ലാവരെയും നിഷ്പക്ഷമായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവിടേക്ക് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക വിരുദ്ധത പറഞ്ഞുകൊണ്ട് ഞെളിഞ്ഞുകൊണ്ട് കയറി വന്ന ആളാണ് രഘു. കള്ളു കുടിക്കുമ്പം മുസ്ലിങ്ങളെ പച്ചത്തെറി വിളിക്കും. ഒന്നോർത്തുകൊള്ളുക, കള്ളു കുടിക്കാനുള്ള ഈ 500 രൂപ വാങ്ങിക്കുന്നത് ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ നിന്നാണ്. വാങ്ങിച്ചിട്ട് കള്ളും കുടിച്ചിട്ട് അവരെ തെറി വിളിക്കുന്ന ഈ രീതിയിൽ നിന്ന് എങ്ങനെയും ഈ ശല്യം ഒന്ന് ഒഴിയണേ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു ഞാൻ. 24 മണിക്കൂർ ഇരുന്നുകൊണ്ട് ഫിജോയെ വെല്ലുവിളിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. വെല്ലുവിളിയുടെ അങ്ങേയറ്റത്തിൽ ഫിജോ പോയി 2 കൊട്ടിച്ചപ്പോൾ അയാൾക്ക് ബോധം വന്നു. അപ്പോൾ തോന്നി, ഈ തിരിച്ചു തല്ലാത്ത, ഓടി വന്ന് അടിക്കാൻ സാധിക്കാത്ത, കാല് സ്വാധീനമില്ലാത്ത ഷെഫീനായെ തെറി വിളിക്കുന്നതാണ് കൂടുതൽ ലാഭം. പെണ്ണുങ്ങളെ തെറി വിളിക്കുക എന്നുള്ളതാണല്ലോ സ്ത്രീപക്ഷവാദിക്ക്. അപ്പോൾ ഷെഫീനായെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഷെഫീന എന്തായാലും വന്ന് തല്ലത്തില്ല, കാല് വയ്യാത്ത ആളല്ലേ എന്നുള്ള ധൈര്യത്തിലാണ് രഘു അവിടെ കിടന്ന് തെറി വിളിക്കുന്നത്. രഘുവിൻ്റെ ഉദ്ദേശ ലക്ഷ്യം മുസ്ലിം വിരുദ്ധതയായിരുന്നു. ഞാൻ മുസ്ലിം വിരുദ്ധത പറയാത്തിടത്ത് അയാൾക്ക് അവിടെ വലിയ സ്കോപ്പില്ലെന്ന് കണ്ടു പുള്ളി ചാടിപ്പോയി. പുള്ളി അവിടെ കിടന്ന് സർക്കസ് കാണിക്കുന്നു. ഇനി പുതിയ ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടെ കാര്യവുമായി എക്സ്പ്ലനേഷൻ വരാം, എന്താണ് കാരണം. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തന്നത്. ഇനി ആരെങ്കിലും പുതിയതായിട്ട് വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ പോയതെന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നതായിരിക്കും. എൻ്റെ കൂടെ നിൽക്കാൻ മിനിമം ക്വാളിറ്റി വേണം. ക്വാളിറ്റി ഇല്ലാത്തവരെ ഞാൻ കിക്ക് ഔട്ട് ചെയ്യും. ഇനിയും ചാൻസ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, പ്രസൻറ്റിലിയും ഉണ്ട്. ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഞാൻ പ്രതിഫലം ആഗ്രഹിക്കുന്നതല്ല. അതിന് ഒരു ഭയങ്കരമായിട്ടൊരു ഹൈപ്പ് കൊടുത്ത് അല്ലെങ്കിൽ പബ്ലിസിറ്റി കൊടുത്ത് ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ടൈം ലൈനിൽ വന്ന് കമൻ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയണത്. എൻ്റെ കയ്യിൽ നിന്ന് സഹായം കിട്ടിയിട്ടുള്ളത്, അത് അഡ്വൈസ് ആയിരുന്നാലും കേസിനാസ്പദമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ആയിരുന്നാലും ഒക്കെ നിങ്ങൾക്ക് അവരിൽ നിന്ന് തന്നെ കേൾക്കാം. അവരോടൊക്കെ സംസാരിച്ചാൽ മനസ്സിലാകും. ഞാൻ അവരെയൊക്കെ കൊണ്ടുവന്ന് പറയടി എന്ന് പറയിപ്പിക്കാൻ, അല്ല പറയടാ എന്ന് പറയിപ്പിക്കാനും ഞാൻ തയ്യാറുമല്ല എന്ന് ചുരുക്കം. ആകെ മൊത്തം കോമഡി ആയിട്ട് ഇത് പറയുന്നതിൻ്റെ റീസൺ ഈ ചിരി വരുന്നത് കൊണ്ടാണ്. ഇത് മൊത്തം കോമഡികളാണ് എന്നുള്ളതാണ്. തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ പല കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഞാൻ വന്നൊരു എക്സ്പ്ലനേഷൻ തന്നു എന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ആസ് അത് വിട്ടുപോയി. അയ്യോ, അത് വിട്ടുപോരുതല്ലോ. ഓസിൻ്റെ പവറിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ജട്ടി ജിനു എന്ന് പറയുന്ന ജിനൂസ് എന്ന് പറയുന്ന ചാനലുകാരുമായിട്ട് അവർ ഭയങ്കര ഫൈറ്റായിരുന്നു. അത് പിന്നെ ഡോക്ടർ റോബിൻ ഫോളോവേഴ്സ്, ഡോക്ടർ റോബിൻ ഹേറ്റേഴ്സ് തമ്മിലുള്ള എന്തൊരു ഫൈറ്റാണ്, എന്തൊരു ചകട. ആ സ്ത്രീ പിന്നെ ഓസ് എന്ന് പറയുന്ന സ്ത്രീയുടെ ചാനലിൽ വന്ന ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ കൊണ്ടുവന്ന് ഷെയർ ചെയ്തു. ഈ ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്താണ് ജിനു ഈ ഗ്രൂപ്പിൻ്റെ കൂടെ ചേർന്ന് എൻ്റെ ചാനൽ എന്നെ അടിച്ചു കളഞ്ഞത്. അപ്പോൾ ഓസ് കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ചാനലാണ്. കോമ്പൻസേഷൻ അവർ ചെയ്യേണ്ട കാര്യം ഉണ്ട്. ആ സമയത്ത് അത്രയും പ്രതിസ്ഥാനത്തായിരുന്നു. പവറും അവളും കൂടെ ചേർന്ന് നമുക്ക് സപ്പോർട്ടീവായിട്ട് വന്ന് നിൽക്കുന്നൊരവസരം ഉണ്ടായിരുന്നു. പിന്നീടാണ് സനുവുമായി അവർ തെറ്റിയത്. സനുവുമായി തെറ്റിയപ്പോൾ, സനു എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബറാണ്, സനൂസ് എന്നാണ് ക്രിയേഷൻ എന്നാണ് അവരുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കൂടെ ഞാൻ സപ്പോർട്ടീവായി നിന്നു എന്നൊരു കാരണമാണ് ഇവർക്ക് എന്നോടൊരു മുഷിച്ചിൽ വന്നത്. ഞാനത് മൈൻഡ് ചെയ്യാൻ പോയില്ല. ഇഗ്നോസ് അവരെ പാടായി എന്തെന്നാ ചെയ്തുകൊണ്ട് പോട്ടേന്ന് നിൽക്കുമ്പോഴത്തേക്കാണ്
പവറിനെ കുറിച്ച് ഒരു സ്ത്രീ വന്ന് ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞത്. തെളിവില്ലാതെ ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ തെളിവ് ഉൾപ്പെടെ ആ കുട്ടി കൊണ്ടുവന്ന് തന്നു. ഇവ മോങ്ങിക്കൊണ്ട് അവൾക്ക് അയച്ച വീഡിയോയും ഇവൻ അയച്ച വോയിസുകളും ആ പെൺകുട്ടി എനിക്ക് കൊണ്ട് തന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ അതിനെതിരെ ശക്തമായി നിന്നത്. കാരണം പവറിൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ് അവിടെ വന്നിട്ട് ചവറട്ട പവറട്ട ചവറട്ട പവറട്ട എന്ന് എഴുതുന്നത്. അപ്പോൾ സ്ത്രീകളെ ഇവൻ കറക്കുന്നുണ്ടെന്നും ഉപദ്രവിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കി, അതും ദുബായിലിരുന്നു കൊണ്ടാണ് ഇവനിത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റുന്നിടത്തൊക്കെ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള അസോസിയേഷൻ മെമ്പേഴ്സിനും ഒക്കെ ഞാൻ ഡീറ്റെയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി റെസ്റ്റ് അവരുടേതാണ്. കാരണം പ്രവാസികളുടെ ഭാര്യമാരെയാണ് അവൻ കണ്ണുവയ്ക്കുന്നത്. അപ്പം നിങ്ങളുടെ ഭാര്യമാരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക്, ഇൻഫർമേഷൻ തരിക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം. ഇതിൽ വിറളി കൊണ്ടാണ് ആസ് കിടന്നിട്ട് എൻ്റെ പേർക്ക് ഈ ഞാൻ ഭയങ്കര കുഴപ്പമാണ് എന്നുള്ള രീതിയിലുള്ള കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. എനിക്കാരും വന്നത് ചോദ്യമൊന്നും ചെയ്യുന്നില്ല കേട്ടോ. എന്നാലും ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞതേ ഉള്ളൂ. അതിനപ്പുറം ഈ പറയുന്ന സ്ത്രീകൾക്കൊന്നും യാതൊരു രീതിയിലുള്ള വേറൊരു റിലേഷനും എനിക്ക് ഇവരുമായിട്ട് ആരുമായിട്ടുമില്ല. ഓസ് എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിട്ടിരുന്ന ഒരു അവസരത്തിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ നന്ദിയാണ് അവരെ കാണിക്കുന്നത്. റസീന എന്ന സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ മനപ്രയാസം ഉണ്ടായിരുന്ന സമയത്ത് പല ലൈവുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കോൾ ചെയ്ത് കരഞ്ഞ് നിലവിളിക്കുന്ന റസീനയെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലമാണ് അവർ തരുന്നത്. പിന്നെ സൗമ്യ എന്ന പെൺകുട്ടിക്ക് ഒരുപാട് രീതിയിൽ ഞാൻ സഹായിക്കുകയും ആരെങ്കിലും സഹായിക്കാനായിട്ട് വന്നാൽ അവർക്ക് കൂടെ അവളെ പരിചയപ്പെടുത്തി കൊടുത്ത് കൂടുതൽ സഹായങ്ങൾ അവർക്ക് ചെയ്യുകയും അവളുടെ മകൾക്ക് ഉൾപ്പെടെ ഡ്രസ്സ് കൊടുത്തതിൽ കടക്കാരിയാവുകയും ചെയ്ത എനിക്ക് അവളുടെ ഈ ഒരു തെറിവിളി അർഹിക്കുന്നത് കൊണ്ട് ഞാനത് വാങ്ങിച്ചു വയ്ക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് റബ്ബിൻ്റെ കോടതിയിൽ മാത്രമേ നീതി വേണ്ടൂ. വേറെ ഇവിടുത്തെ നീതിയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നത്. റബ്ബിൻ്റെ കോടതിയിൽ ഈ ചെയ്ത എല്ലാ കുറ്റങ്ങൾക്കും എനിക്ക് ശിക്ഷയുണ്ടാകട്ടെ. തുടർന്നും ഞാൻ ഈ ശിക്ഷ പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴുമുണ്ട്. ഈ പ്രസൻ്റിലി നല്ലൊരു കുളത്തിലാണ് പോയി നിൽക്കുന്നത്. അതിൻ്റെയും പ്രശ്നം വരും. അത് കഴിഞ്ഞിട്ട് അതും വന്നിരുന്നുകൊണ്ട് പറയും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ആവുമെന്നോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെ വേറെ എന്തെങ്കിലും ആവുമെന്നോ ഇപ്പം അങ്ങ് തീർത്ത് കളയാമെന്ന് വെച്ചാൽ ഞാൻ തട്ടിപ്പുകാരിയല്ല, ഞാൻ വിസ തട്ടിപ്പുകാരിയല്ല, ഞാൻ പോലീസിനെ തെറി വിളിച്ചിട്ടില്ല, എനിക്ക് അങ്ങനത്തെ കേസുകളൊന്നുമില്ല. എനിക്ക് 5 മക്കളുടെ കാര്യം പറഞ്ഞ് നാട്ടുകാരെ കയ്യിൽ നിന്ന് പിടുങ്ങി വാരി തിന്ന ശീലമില്ല. നാട്ടുകാർക്ക് തുണി കൊടുക്കാമെന്ന് പറഞ്ഞ് മോട്ടിച്ച് ശീലമില്ല. നാട്ടുകാരെ വീട്ടിൽ കയറി തല്ലി ശീലമില്ല. നാട്ടുകാർക്ക് ഊക്കിക്കൊടുത്ത് ഇതില്ല. മക്കളെ കുട്ടിക്കൊടുത്ത് ജീവിച്ച് ശീലമില്ല. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് എമ്പാടും പറയാനുണ്ട്. അപ്പോൾ അതൊന്നും എൻ്റെ ശീലമല്ലാത്തത് കൊണ്ടും എൻ്റെ ഉമ്മച്ചി എൻ്റെ ഒപ്പം വന്ന് നിൽക്കുന്നിടത്തും എൻ്റെ കുടുംബം എന്നെ ചേർത്ത് പിടിക്കുന്നിടത്തും എൻ്റെ നാട്ടുകാരെയും എൻ്റെ വീട്ടുകാരെയും എൻ്റെ വീട്ടുപേരും എനിക്ക് ധൈര്യസമേതം പറയാൻ കഴിയുന്നിടത്തും ഞാൻ എന്താണെന്ന് പൊതുസമൂഹത്തിന് അറിയാം എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നല്ല നമസ്കാരം. ഇനിയും ഇത് തുടരുന്നതായിരിക്കും. ഇത് നമ്പർ 1 ആണ്. ഇതുവരെയുള്ള ലിസ്റ്റിലാണ്. ഇനി അടുത്ത ലിസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ലിസ്റ്റിനനുസരിച്ചിട്ടുള്ള വിശദീകരണവുമായി ഞാൻ വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. പിന്നെ ഇപ്പോൾ വന്നിട്ട് ഈ ബഹളം പറഞ്ഞവരെല്ലാം അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോണം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞില്ലേ? അടുത്ത ആൾ വരട്ടെ. കമാൻഡ്ര.